13-ാം നൂറ്റാണ്ടിലെ ഫ്രാൻസിലെ ഒരു പഴയ കോടതി മുറി നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. പഴയ കടലാസുകളുടെയും പിന്നെ വിയർപ്പിന്റെയും ഒക്കെ ഗന്ധമുള്ള ഒരു മുറി. അതെ, വളരെ ഇരുണ്ട ഒരു പശ്ചാത്തലം. ശരിയാണ്. അവിടെ ഇരിക്കുന്ന ന്യായാധിപന്മാർ വിധി പറയുന്നതിനു മുൻപായി വളരെ രഹസ്യമായി പണക്കിഴികൾ കൈപ്പറ്റുന്നു. അതായത് പാവപ്പെട്ടവന് നീതിയെന്നത് വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ഒരു വലിയ സ്വപ്നം മാത്രമായിരുന്ന കാലം. തീർച്ചയായും നീതി എന്നത് സമ്പന്നർക്ക് മാത്രമുള്ളതായിരുന്നുവെന്ന്. അതെ. അപ്പോ ആ സമയത്ത് ഒരു അഭിഭാഷകൻ കോടതിയിലേക്ക് കടന്നുവരികയാണ്. അയാൾ കക്ഷികളിൽ നിന്ന് ഫീസ് വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല, കൈക്കൂലി വെച്ച് നീട്ടിയവരെ കോടതിയിൽ നിന്ന് പുറത്താക്കുകയും സ്വന്തം ദേഹത്തെ വസ്ത്രമൂരി കോടതിക്ക് പുറത്തു നിൽക്കുന്ന യാചകന് നൽകുകയും ചെയ്യുന്നു. കേൾക്കുമ്പോൾ ശരിക്കൊരു സിനിമയിലെ ഹീറോയെ പോലെയുണ്ടല്ലേ? സത്യം. കേൾക്കുമ്പോൾ ഇതൊരു കെട്ടുകഥയാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഫ്രാൻസിലെ ബ്രിട്ടനിയിൽ ശരിക്കും ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. സെന്റീവ്സ് അഥവാ ഈവോ ഓഫ് കെർമാർട്ടൻ എന്ന അസാധാരണനായ നയമജ്ഞന്റെ യഥാർത്ഥ ജീവിതമാണിത്. അതെ, ചരിത്രത്തിലെ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തി. അപ്പോ ഇന്ന് ഈയൊരു ആഴത്തിലുള്ള ചർച്ചയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ചരിത്രത്തിലെ ഈ അത്ഭുത മനുഷ്യനെക്കുറിച്ചാണ്. അഴിമതി നിറഞ്ഞ ഒരു വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് പാവങ്ങളുടെ അഭിഭാഷകനായതെന്നും ഒടുവിൽ എങ്ങനെയാണ് ലോകമെമ്പാടുമുള്ള നിയമജ്ഞരുടെ മധ്യസ്ഥനായ പുണ്യവാളനായി മാറിയതെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. ഈയൊരു വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അന്നത്തെ സാമൂഹിക പശ്ചാത്തലമാണ്. നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള സുതാര്യമായ നിയമവ്യവസ്ഥയൊന്നും അന്നുണ്ടായിരുന്നില്ല. അതായത് എല്ലാം വളരെ അഴിമതി നിറഞ്ഞതായിരുന്നു. അതെ അതെ. നീതി എന്നത് സമ്പന്നർക്കും അധികാരമുള്ളവർക്കും മാത്രം അവകാശപ്പെട്ട ഒന്നായിരുന്നു. ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് തികഞ്ഞ സത്യസന്ധതയുടെയും നീതിയുടെയും പര്യായമായി സെന്റീവ്സ് ഉയർന്നുവരുന്നത്. ശരിയാണ്. നിയമത്തെയും നീതിയെയും കേവലം ഈ പുസ്തകത്താളുകളിൽ ഒതുക്കാതെ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യരുടെ സംരക്ഷണത്തിനായി അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ് ഈ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഈവ്സിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു എന്ന് നോക്കുകയാണെങ്കിൽ 1253-ൽ ഫ്രാൻസിലെ കെർമാർട്ടിനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതെ. പിന്നീട് പഠനത്തിനായി അദ്ദേഹം പാരീസിലേക്കും ഓർലിയൻസിലേക്കും പോകുന്നുണ്ട്. സിവിൽ നിയമവും കാനോൺ നിയമവും അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചു. സിവിൽ നിയമം എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ കാനോൺ നിയമം അഥവാ കാനൻ ലോ എന്നതുകൊണ്ട് അക്കാലത്ത് എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിരുന്നത്? വളരെ കൃത്യമായ ഒരു ചോദ്യമാണത്. കാരണം കാനോൺ നിയമം എന്താണെന്ന് മനസ്സിലാക്കാതെ 13-ാം നൂറ്റാണ്ടിലെ യൂറോപ്പിനെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. അക്കാലത്ത് കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റേതായ ഒരു ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥയും ഉണ്ടായിരുന്നു. അതിനെയാണ് കാനോൺ നിയമമെന്ന് വിളിക്കുന്നത്. വിവാഹം, സ്വത്ത് തർക്കങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ, പുരോഹിതന്മാരുടെ അച്ചടക്കം തുടങ്ങി ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് ഈ നിയമപ്രകാരമാണ്. ഓഹോ, അപ്പൊ ജനങ്ങളുടെ ജീവിതത്തിൽ ഇതിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. തീർച്ചയായും. സിവിൽ കോടതികളേക്കാൾ അധികാരവും സ്വാധീനവും അന്ന് സഭാ കോടതികൾക്കുണ്ടായിരുന്നു. പാരീസ് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ഈ രണ്ട് നിയമങ്ങളിലും അഗാധമായ പാണ്ഡിത്യം നേടുന്നത്. അക്കാലത്തെ പാരീസ് സർവകലാശാല എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ ഹാർവാർഡോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡോ പോലെയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഐവി ലീഗ് സ്ഥാപനമായിരുന്നില്ലേ? അതെ, അന്നത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേന്ദ്രം അതായിരുന്നു. തോമസ് അക്വിനാസിനെയും ബോണവെഞ്ചറിനെയും പോലുള്ള അക്കാലത്തെ ഏറ്റവും പ്രഗത്ഭരായ തത്വചിന്തകരുടെ കൂടെയാണ് അദ്ദേഹം പഠിച്ചിരുന്നത് എന്ന് സഭാരേഖകളിൽ കാണുന്നുണ്ട്. എനിക്കൊരു സംശയമുള്ളത്, ഇത്രയും ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടും പാവങ്ങൾക്കു വേണ്ടി ജീവിതം മാറ്റിവെക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാകാം? ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനുള്ള ഉത്തരം അദ്ദേഹം തോമസ് അക്വിനാസിനെ പോലുള്ളവരിൽ നിന്ന് പഠിച്ച തത്വചിന്തകളിൽ തന്നെയുണ്ട്. എങ്ങനെ? ഈവ്സിനെ സംബന്ധിച്ചിടത്തോളം നിയമം എന്നത് രാജാവോ ഭരണകൂടമോ എഴുതിവെച്ച കുറച്ച് അക്ഷരങ്ങൾ മാത്രമായിരുന്നില്ല. മറിച്ച് അത് ദൈവീകമായ നീതിയുടെ ഭൂമിയിലെ പ്രതിഫലനമായിരുന്നു. വാവ്! അപ്പോ നിയമത്തെ ഒരു ദൈവീക കാര്യമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അതെ അതെ. അക്വിനാസിന്റെ ക്ലാസുകളിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട ഏറ്റവും വലിയ പാഠം അതായിരുന്നു. നീതി നിഷേധിക്കപ്പെടുന്നത് ദൈവനിന്ദയ്ക്ക് തുല്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം റെന്നേസ് എന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു സഭാകോടതി ജഡ്ജിയായി ചുമതലയേൽക്കുന്നുണ്ട്.
അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് പണമുള്ളവൻ മാത്രം അനുകൂലമായി വിധി പറയുന്ന ന്യായാധിപന്മാരെയാണ്. അക്കാലത്ത് ജഡ്ജിമാർക്ക് സമ്മാനങ്ങൾ എന്ന പേരിൽ കൈകൂലി നൽകുന്നത് വളരെ സ്വാഭാവികമായൊരു കാര്യമായിരുന്നു. അതൊരു തെറ്റായി പോലും പലരും കണ്ടിരുന്നില്ല അല്ലേ? സത്യം, അതൊരു തെറ്റാണെന്ന് ആർക്കും തോന്നിയിരുന്നില്ല. എന്നാൽ ഈവ്സ് ഇതിനെതിരെ കർശനമായ നിലപാടെടുത്തു. അദ്ദേഹം കൈക്കൂലി പൂർണ്ണമായും നിരസിച്ചു എന്ന് മാത്രമല്ല, അഴിമതിക്കാരായ മറ്റുദ്യോഗസ്ഥരെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തു. ചുറ്റുമുള്ള എല്ലാവരും അഴിമതി കാണിക്കുമ്പോഴും അദ്ദേഹം തന്റേതായ മൂല്യങ്ങളിൽ ഉറച്ചുനിന്നു എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായും. എന്നാൽ അദ്ദേഹം വെറുമൊരു സത്യസന്ധനായ ജഡ്ജി മാത്രമായിരുന്നില്ല. കോടതി മുറികളിലെ അസാമാന്യ ബുദ്ധിമാൻ കൂടിയായ ഒരു അഭിഭാഷകനായിരുന്നു. പാവങ്ങൾക്കും വിധവകൾക്കും അനാഥർക്കും വേണ്ടി അദ്ദേഹം സൗജന്യമായി, അതായത് പ്രോ ബോണോ ആയി വാദിച്ചിരുന്നു. അതെ, പാവങ്ങളുടെ വക്കീൽ എന്നാണല്ലോ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കേസ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ടൂർസിലെ വിധവയുടെ കേസാണ്. ഈ കേസ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. കേൾക്കുന്ന നിങ്ങളും ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അതൊരു കിടിലൻ കേസായിരുന്നു. അതെ, 2 തട്ടിപ്പുകാർ ഒരു വിധവയുടെ താമസസ്ഥലത്ത് വന്ന് വിലപിടിപ്പുള്ള ഒരു പെട്ടി സൂക്ഷിക്കാൻ നൽകുന്നു. എന്നിട്ട് അവരൊരു വ്യവസ്ഥ വെച്ചു, ഞങ്ങൾ 2 പേരും ഒന്നിച്ചു വന്നാൽ മാത്രമേ ഈ പെട്ടി തിരികെ നൽകാവൂ എന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അതിലൊരാൾ വന്ന് താൻ വളരെ അത്യാവശ്യമായൊരു യാത്ര പോവുകയാണെന്നും മറ്റേയാൾക്ക് വരാൻ സാധിക്കില്ലെന്നും പറഞ്ഞ് വളരെ തന്ത്രപരമായി ആ പെട്ടി വാങ്ങിക്കൊണ്ടുപോയി. ശരി. തൊട്ടു പിന്നാലെ രണ്ടാമൻ വന്ന് പെട്ടി ചോദിക്കുകയും കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ വിധവയ്ക്കെതിരെ വലിയൊരു തുക നഷ്ടപരിഹാരം ചോദിച്ച് കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു. അതെ, വളരെ ആസൂത്രിതമായ ഒരു കെണിയായിരുന്നു അത്. അന്നത്തെ നിയമപ്രകാരം ആ വിധവ പെട്ടി തിരികെ നൽകാൻ ബാധ്യസ്ഥയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഒരു 2 ഫാക്ടർ ഓത്തന്റിക്കേഷൻ പോലെ, അതായത് 2 പാസ്വേഡും ഒന്നിച്ചു കൊടുത്താലേ അക്കൗണ്ട് തുറക്കൂ എന്ന് പറയുന്നത് പോലെയുള്ളൊരു വ്യവസ്ഥ. അതെ അതെ, നല്ലൊരു ഉദാഹരണമാണത്. പാവം വിധവ പൂർണ്ണമായും തകർന്നുപോയി. അവിടെയാണ് ഈവ്സ് അവരുടെ അഭിഭാഷകനായി കടന്നുവരുന്നത്. അദ്ദേഹം കോടതിയിൽ വാദിച്ചത് എന്താണെന്നാൽ, വ്യവസ്ഥ പ്രകാരം 2 പേരും ഒന്നിച്ചു വന്നാൽ മാത്രമേ പെട്ടി നൽകാൻ കഴിയൂ. അതുകൊണ്ട് തന്റെ കക്ഷിയായ വിധവ പെട്ടി കൈമാറാൻ ഇപ്പോഴും തയ്യാറാണ്. എന്നാൽ കേസ് കൊടുത്ത വ്യക്തി തന്റെ പങ്കാളിയെ കൂടി കോടതിയിൽ കൊണ്ടുവരട്ടെ എന്നാണ്. ഗംഭീരമായൊരു വാദമായിരുന്നു അത്. അതെ, ഇത് കേട്ടപ്പോൾ ആ തട്ടിപ്പുകാരന് വേറെ വഴിയില്ലായിരുന്നു. ഒരുപക്ഷെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാകണം. എന്റെ ചോദ്യം ഇതാണ്, ഇതൊരു കേവലമായ ബുദ്ധിപ്രയോഗം എന്നതിനപ്പുറം ഇതിലെന്തെങ്കിലും വലിയ നിയമപരമായ പ്രാധാന്യമുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇതൊരു വെറും തന്ത്രമായിരുന്നില്ല. നിയമത്തിൽ ജോയിന്റ് ബെയിൽമെന്റ് എന്ന് വിളിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. അതായത്, ഒരു വസ്തു ഒന്നിലധികം പേർ ചേർന്ന് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴുണ്ടാവുന്ന കരാർ. ഓഹോ, അപ്പൊ അതൊരു നിയമപരമായ കരാർ തന്നെയായിരുന്നു. അതെ. ഈവ്സ് ഇവിടെ ചെയ്തത് ആ കരാറിലെ വ്യവസ്ഥയെ അതിന്റെ ഏറ്റവും അക്ഷരാർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കുകയാണ്. നിയമത്തിലൊരു പഴുതുപയോഗിച്ച് വിധവയെ കുടുക്കാൻ ശ്രമിച്ചവരെ അതേ നിയമത്തിന്റെ മറ്റൊരു വശം ഉപയോഗിച്ച് അദ്ദേഹം പരാജയപ്പെടുത്തി. ശരിക്കും ഒരു ത്രില്ലർ സിനിമയിലെ കോർട്ട്റൂം സീൻ പോലെ. സത്യം. നിയമം എന്നത് സത്യത്തെയും നീതിയെയും സംരക്ഷിക്കാനുള്ളൊരു ഉപകരണമാണെന്ന് അദ്ദേഹം ഇതിലൂടെ തെളിയിച്ചു. നിയമം ദുർബലരെ ദ്രോഹിക്കാനുള്ളതല്ല എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു അദ്ദേഹം. ആ ഒരു വാദം അവിശ്വസനീയമാണ്. ഇതിന് സമാനമായ മറ്റൊരു രസകരമായ കേസ് കൂടിയുണ്ട്. സമ്പന്നന്റെ പാചകഗന്ധം എന്ന കേസ്. കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. അതെ, അതൊരു രസകരമായ സംഭവമാണ്. ഒരു യാചകൻ ഒരു സമ്പന്നന്റെ അടുക്കളയുടെ പുറത്തിരുന്ന് തന്റെ കയ്യിലുള്ള ഉണങ്ങിയ റൊട്ടി കഴിച്ചു. അടുക്കളയിൽ നിന്ന് വരുന്ന നല്ല മാംസം പാചകം ചെയ്യുന്ന മണം ആസ്വദിച്ചാണ് അയാൾ ആ റൊട്ടി തിന്നത്. ഇത് കണ്ട സമ്പന്നൻ തന്റെ പാചകത്തിന്റെ മണം യാചകൻ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് കോടതിയിലെത്തി. ഈവ്സ് ഈ കേസിൽ ഇടപെട്ട രീതി വളരെ കൗതുകകരമാണ്. കുറച്ചു നാണയങ്ങൾ ഒരു പാത്രത്തിലിട്ട് കുലുക്കി ആ ശബ്ദം സമ്പന്നനെ കേൾപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണത്തിന്റെ മണം ആസ്വദിച്ചതിന് ഈ നാണയങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകുന്നു എന്ന്. ശരിക്കും ഇതൊരു സിനിമാറ്റിക് മൊമെന്റ് അല്ലേ? അതെ, കേൾക്കുമ്പോൾ വളരെ രസകരമായി തോന്നാം. പക്ഷെ ഇതിലൊരു വലിയ നിയമപാഠമുണ്ട്. കേവലം നിയമത്തിന്റെ അക്ഷരങ്ങളെ മാത്രം ആശ്രയിക്കാതെ
യുക്തിക്കും സാമാന്യബോധത്തിനും, അതായത് ഇക്വിറ്റിക്ക് നിരക്കുന്ന രീതിയിൽ വിധി പറയുക എന്നതാണ് അദ്ദേഹം ഇവിടെ ചെയ്തത്. അതായത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് വിധി പറഞ്ഞു. അതെ, ഒട്ടും യുക്തിസഹജമല്ലാത്തൊരു അവകാശവാദത്തിന് അതേ നാണയത്തിൽ തന്നെ അദ്ദേഹം മറുപടി നൽകി. മാത്രമല്ല, അദ്ദേഹം കോടതി ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി പല കേസുകളും കോടതിക്ക് പുറത്തുവെച്ച് ഒത്തുതീർപ്പാക്കാനും വലിയ താൽപ്പര്യം കാണിച്ചിരുന്നു. അതായത് സെന്റ് ടീവേസിനെ നമുക്ക് ചരിത്രത്തിലെ ആദ്യത്തെ മോഡേൺ മീഡിയേറ്റർ എന്ന് വിളിക്കാമോ? ഇന്നത്തെ കാലത്തെ മധ്യസ്ഥത വഹിക്കൽ പോലെ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അക്കാലത്ത് കോടതി വ്യവഹാരങ്ങൾ വളരെ ചിലവേറിയതും വർഷങ്ങളോളം നീണ്ടുനിൽക്കുന്നതുമായിരുന്നു. പാവപ്പെട്ടവർക്കത് താങ്ങാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് പരമാവധി കേസുകൾ കോടതിക്ക് പുറത്തുവെച്ച് സംസാരിച്ച് തീർക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അതൊരു നല്ല കാര്യമായിരുന്നു പാവങ്ങളെ സംബന്ധിച്ച്. അതെ, പ്രോ ഡിയോട്ടെ അഡ്ജുവാബോ, അതായത് ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് അദ്ദേഹത്തിന്റെ വാചകം ഇത്തരം ഓരോ പ്രവൃത്തിയിലും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ കേവലം ദാനധർമ്മം മാത്രമായിരുന്നില്ല, മറിച്ച് വ്യവസ്ഥിതിയുടെ പോരായ്മകളെ നിയമപരമായി തന്നെ മറികടക്കാനുള്ള ശ്രമങ്ങളായിരുന്നു. ആ കാലഘട്ടത്തിൽ എങ്ങനെ ചിന്തിക്കാൻ കഴിയുക എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എന്നാൽ ഈ കോടതി മുറിയിലെ വിജയങ്ങൾക്കപ്പുറം എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതമാണ്. തീർച്ചയായും അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഉയർന്ന പദവിയിലുള്ളൊരു ന്യായാധിപനും പ്രശസ്തനായ ഒരു അഭിഭാഷകനും എങ്ങനെ ജീവിക്കണമെന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടല്ലോ. എന്നാൽ അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയുടെ സ്വാധീനത്തിൽ അങ്ങേറ്റം ലളിതമായൊരു ജീവിതമാണ് നയിച്ചത്. മാംസമോ മദ്യമോ തൊടാതെ റൊട്ടിയും പച്ചക്കറികളും മാത്രം കഴിച്ച് അദ്ദേഹം ജീവിച്ചു. അതെ, തികച്ചും സന്യാസതുല്യമായ ജീവിതം. വിലയേറിയ വസ്ത്രങ്ങൾക്ക് ദാനം ചെയ്തു. ഒരിക്കൽ ഒരു യാചകന് സ്വന്തം കിടക്ക നൽകിയിട്ട് അദ്ദേഹം തറയിൽ ഉറങ്ങിയെന്നുവരെ ചരിത്രരേഖകളിലുണ്ട്. അതുമാത്രമല്ല, തന്റെ കൃഷിയിടത്തിൽ നിന്നുള്ള വിളവെടുപ്പിലെ ലാഭം മുഴുവൻ അദ്ദേഹം ദരിദ്രർക്കായി വീതിച്ചു നൽകി. ശരിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇന്നത്തെ കാലത്ത് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന ഒരു വലിയ കോർപ്പറേറ്റ് വക്കീൽ പെട്ടെന്നൊരു സന്യാസിയെപ്പോലെ ജീവിക്കാൻ തുടങ്ങുകയും തന്റെ സ്വത്തുക്കൾ മുഴുവൻ പാവങ്ങൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥ. ആ കാലത്തെ മറ്റഭിഭാഷകർക്കും ഉദ്യോഗസ്ഥർക്കും ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരുപക്ഷെ ഒരു വട്ടനാണെന്നോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തനാണെന്നോ തോന്നിയിട്ടുണ്ടാവില്ലേ? അതെ, അക്കാലത്തെ മറ്റധികാരികൾക്ക് അദ്ദേഹം ഒരു വലിയ തലവേദന തന്നെയായിരുന്നു. കാരണം അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരുടെ അഴിമതിയെ പരോക്ഷമായി ചോദ്യം ചെയ്യുകയായിരുന്നു. അവരെ കളിയാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടാകും. തീർച്ചയായും. ഫ്രാൻസിസ്കൻ സഭയുടെ ദാരിദ്ര്യം എന്ന വ്രതമാണ് അദ്ദേഹത്തെ ഇത്രയും സ്വാധീനിച്ചത്. സമ്പത്ത് എന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മാർഗം മാത്രമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹം എത്രത്തോളം സ്വീകാര്യനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മറ്റൊരു സംഭവം കൂടിയുണ്ട്. എന്താണത്? സഭയുടെ അവകാശങ്ങൾക്കുമേൽ അന്യായമായി നികുതി ചുമത്തിയ രാജാവിനെതിരെ അദ്ദേഹം ശക്തമായി പോരാടി. അതായത് ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പരസ്യമായി നിലപാടെടുക്കാൻ അദ്ദേഹം ഭയപ്പെട്ടില്ല. ഭരണകൂടത്തിനെതിരെ അക്കാലത്ത് ശബ്ദമുയർത്തുകയെന്നത് ജീവൻ തന്നെ അപകടത്തിലാകുന്ന കാര്യമായിരുന്നില്ലേ? അതെ, അതാണ് അദ്ദേഹത്തിന്റെ ധൈര്യം. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 13-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു വിപ്ലവകാരിയായിരുന്നു എന്നാണ്. ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പാടിയിരുന്ന വളരെ പ്രശസ്തമായ ഒരു ലാറ്റിൻ ഗാനമുണ്ട്. ഓഹോ, പാട്ടൊക്കെ ഉണ്ടായിരുന്നോ? അതെ, സാങ്ക്ടസ് ഈവോ എറാറ്റ് ബ്രിട്ടോ അഡ്വക്കാറ്റസ് എറ്റ് നോൺ ലാട്രോ റെസ് മിറാൻഡ പോപ്പുലോ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് കൂടെ ഒന്ന് പറയാമോ? തീർച്ചയായും. ഇതിന്റെ അർത്ഥമെന്താണെന്നാൽ, സെന്റ് ഈവ്സ് ഒരു ബ്രിട്ടൻകാരനായിരുന്നു, ഒരു അഭിഭാഷകനായിരുന്നു, എന്നാൽ കള്ളനായിരുന്നില്ല. ജനങ്ങൾക്ക് ഇതൊരു അത്ഭുതമായിരുന്നു എന്നാണ്. ഒരു വക്കീല് സത്യസന്ധനാകുന്നത് ജനങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. വാവ്! കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാമെങ്കിലും അന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ എത്രമാത്രം ഭയാനകമായിരുന്നു എന്ന് ഈ ഒറ്റ വരിയിൽ നിന്ന് വ്യക്തമാണ്. അതെ, അഴിമതി അത്രത്തോളം വേരുറപ്പിച്ചിരുന്നു അന്ന്. ഒരു മനുഷ്യൻ തന്റെ പ്രൊഫഷണൽ സത്യസന്ധത കാണിച്ചതിന് സമൂഹം അദ്ദേഹത്തെ ഒരു അത്ഭുതമായി കണ്ടു. ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം ഒരു പുണ്യവാളനായി മാറാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ 1303 തന്റെ 50ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. ഒരു വിശുദ്ധനായി അഥവാ പുണ്യവാളനായി പ്രഖ്യാപിക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. 1347 പോപ്പ് ക്ലെമന്റ് ആറാമനാണ് അദ്ദേഹത്തെ പുണ്യവാളനായി പ്രഖ്യാപിക്കുന്നത്. ശരിയാണ്. ഇനിയാണ് ഇതിലെ ഏറ്റവും രസകരമായ ഭാഗം വരുന്നത്. ഇതിനു മുന്നോടിയായി 1330 ഒരു സുദീർഘമായ പാപ്പൽ അന്വേഷണം അഥവാ പാപ്പൽ എൻക്വയറി നടന്നിരുന്നു. എന്താണ് ശരിക്കും ഈ പാപ്പൽ അന്വേഷണം? അത് വെറുമൊരു ഔപചാരിക ചടങ്ങ് മാത്രമായിരുന്നു? ഒരിക്കലുമല്ല.
കത്തോലിക്ക സഭയിലെ പുണ്യവാളനെ പ്രഖ്യാപിക്കുന്ന പ്രക്രിയയെന്നത് വളരെ കർശനവും സൂക്ഷ്മവുമായ ഒന്നാണ്. അത് ഏതാണ്ട് ഇന്നത്തെ ഒരു വലിയ കോടതി വിചാരണ പോലെ തന്നെയാണ് നടക്കുക. ഓഹോ, കോടതി വിചാരണ പോലെയോ? അതെ അതെ. ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കണമെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അങ്ങേയറ്റം പുണ്യവാനായിരുന്നു എന്ന് തെളിയിക്കപ്പെടണം. അതുപോലെ മരണശേഷവും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടെന്നും തെളിയിക്കണം. ശരി. ഇതിനായി വത്തിക്കാനിൽ നിന്ന് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ വരും. അവർ ദൃക്സാക്ഷികളെ വിസ്തരിക്കും, തെളിവുകൾ ശേഖരിക്കും, എതിർവാദങ്ങൾ ഉന്നയിക്കാൻ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന പേരിൽ ഒരാളെ നിയമിക്കുകയും ചെയ്യും. ഈവ്സിന്റെ കാര്യത്തിൽ നടന്ന പാപ്പൽ അന്വേഷണത്തിൽ മൊഴി നൽകാനെത്തിയത് 200-ലധികം സാക്ഷികളാണ്. 200-ലധികം സാക്ഷികളോ? അതെ. ഈ റെക്കോർഡുകളെല്ലാം തന്നെ ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്കിന്നും അത് വായിക്കാൻ കഴിയും. ആ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് വളരെ കൗതുകകരമായ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഈ അന്വേഷണ കമ്മീഷനു മുൻപിൽ നിരവധി അത്ഭുതങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതെ, ഒരുപാട് സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, നിയമ പ്രൊഫസറുടെ മകളായ മാർഗിലിയ ലാൻമ്യൂറിന്റെ കണ്ണിലെ വലിയൊരസുഖം സെന്റ് ഈവ്സിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഭേദമായ സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത് സാക്ഷി നമ്പർ 131 മൊഴി നൽകിയ ആളുടെ കഥയാണ്. അത് വളരെ വ്യത്യസ്തമായൊരു കേസാണ്. അതെ, അയാളുടെ പേര് ഈവ്സ് പോണ്ടിയർ. ഇയാൾ യഥാർത്ഥത്തിലൊരു മോഷ്ടാവായിരുന്നു. ഒരു വിധവയുടെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് ഓടുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ട് അന്ധനായി മാറി. പിന്നീട് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുകയും മോഷ്ടിച്ച സാധനങ്ങൾ തിരികെ നൽകുകയും ചെയ്തപ്പോൾ കാഴ്ച തിരികെ ലഭിച്ചു എന്നാണ് അയാൾ മൊഴി നൽകിയത്. എനിക്കിവിടെ തോന്നിയൊരു വലിയ സംശയം എന്താണെന്നാൽ, നിയമത്തിൽ നമ്മൾ അഡ്മിഷൻ എഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അതായത് സ്വന്തം കുറ്റം സ്വയം ഏറ്റുപറയുക. അതെ അതെ, അഡ്മിഷൻ അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ്. ഒരു പുണ്യവാളന്റെ അന്വേഷണ കോടതിയിൽ താൻ ചെയ്ത വലിയൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരു മോഷ്ടാവ് എന്തിന് സ്വയം സത്യവാങ്മൂലം നൽകണം? അയാൾക്ക് വേണമെങ്കിൽ ശിക്ഷിക്കപ്പെടാമായിരുന്നില്ലേ? ഇതൊരു നിയമപരമായ വിരോധാഭാസമല്ലേ? നിങ്ങളുടെ ആ നിരീക്ഷണം വളരെ കൃത്യമാണ്. സ്വന്തം കുറ്റം പാപ്പൽ കോടതിക്ക് മുന്നിൽ ഏറ്റുപറയുക എന്നത് അന്നത്തെ കാലത്ത് ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. എന്നിട്ടും ഈവ്സ് പോണ്ടിയർ എന്ന ആ മനുഷ്യൻ ഭയം മാറ്റിവെച്ച് സാക്ഷിയായി വന്ന് ആ അത്ഭുതം വെളിപ്പെടുത്തി. എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്തത്? അതെ, അതാണ് വലിയ ചോദ്യം. അവിടെയാണ് സെന്റ് ഈവ്സിനോടുള്ള ജനങ്ങളുടെ അഗാധമായ ആദരവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീതിക്കുവേണ്ടി നിലകൊണ്ട ആ മനുഷ്യനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ കാരണം സത്യം പറയാൻ ആളുകൾ തയ്യാറായി. ഈ പാപ്പൽ രേഖകൾ വെറും കെട്ടുകഥകളല്ല എന്ന് തെളിയിക്കുന്നത് ഇത്തരം മൊഴികളാണ്. ശരിയാണ്. കാരണം കള്ളം പറയാൻ ആഗ്രഹിക്കുന്ന ഒരാള് ഒരിക്കലും സ്വയം കുറ്റക്കാരനാണെന്ന് കോടതിയിൽ പറയില്ലല്ലോ. അതെ, ആ ഒരു ലോജിക് വെച്ച് നോക്കുമ്പോൾ അത് വളരെ സത്യസന്ധമായൊരു മൊഴിയാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ വ്യക്തിപരമായി വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണശേഷവും അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നതിന്റെ തെളിവാണത്. തീർച്ചയായും. ഈ സ്വാധീനം ഇന്നും അവസാനിച്ചിട്ടില്ല എന്നത് മറ്റൊരത്ഭുതമാണ്. ഓരോ വർഷവും മെയ് 19 ഫ്രാൻസിലെ ബ്രിട്ടനിയിലുള്ള ട്രെഗിയർ എന്ന സ്ഥലത്ത് നടക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മ തിരുനാളിനെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അതെ, പാർഡൺ ഓഫ് സെന്റ് ഈവ്സ്. അതെ, പാർഡൺ ഓഫ് സെന്റ് ഈവ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അവിടെ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നുമുള്ള 10,000-കണക്കിന് അഭിഭാഷകരും ന്യായാധിപന്മാരും അവരുടെ ഔദ്യോഗിക വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പങ്കുചേരാറുണ്ട്. അന്നേ ദിവസം അദ്ദേഹത്തിന്റെ തലയോട്ടി വളരെ സ്നേഹത്തോടെ ദ ചീഫ് എന്ന് വിളിക്കപ്പെടുന്ന ആ തിരുശേഷിപ്പ് വഹിച്ചുകൊണ്ടുള്ള വലിയൊരു ഘോഷയാത്ര അവിടെ നടക്കുന്നു. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഓരോ അഭിഭാഷകനും ഇതൊരു വലിയ വൈകാരികമായ അനുഭവമായിരിക്കുമല്ലേ? തീർച്ചയായും. അധികാരവും അറിവും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനായി എങ്ങനെ വിനിയോഗിക്കാമെന്നതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സെന്റ് ഈവ്സ്. അതെ. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ലോകമെമ്പാടുമുള്ള നിയമരംഗത്തുള്ളവർ അദ്ദേഹത്തെ തങ്ങളുടെ മാർഗദീപമായി കാണുന്നത്. ഒരു അഭിഭാഷകന്റെ കടമ കേവലം പണമുണ്ടാക്കുക എന്നല്ല, മറിച്ച് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാവുക എന്നതാണ് എന്ന് അദ്ദേഹം ജീവിച്ചു കാണിച്ചു. ശരിക്കും ഈ ചരിത്ര വിവരങ്ങളെല്ലാം തന്നെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. നീതി എന്നത് കേവലം നിയമപുസ്തകങ്ങളിലെ അക്ഷരങ്ങൾ മാത്രമല്ല. അത് അനുകമ്പയാണ്, നിഷ്പക്ഷതയാണ്, ദുർബലരെ സംരക്ഷിക്കലാണ്.
നിയമമെന്നത് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യാനുള്ളൊരു ആയുധമല്ല, അവനെ സംരക്ഷിക്കാനുള്ള കവചമാണ് എന്ന് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. വളരെ ശരിയായ കാര്യം. ഈ ചർച്ച നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചരിത്രരേഖകളിൽ കാണുന്ന വളരെ കൗതുകകരമായൊരു കഥയാണിത്. സെന്റ് ഈവ്സിനെ പുണ്യവാളനായി പ്രഖ്യാപിക്കുന്ന പ്രക്രിയ പല കാരണങ്ങൾ കൊണ്ടും പതിറ്റാണ്ടുകളോളം വൈകിപ്പോയിരുന്നുവെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്ന് പോപ്പായിരുന്ന ക്ലെമന്റ് ആറാമൻ ഒരു രാത്രി ഒരു സ്വപ്നം കണ്ടുവത്രേ. സ്വപ്നത്തിൽ ഈവ്സ് നേരിട്ട് വരികയും തന്റെ കാര്യത്തിൽ നീതി വൈകുന്നതിനെ പോപ്പിനോട് ചോദ്യം ചെയ്യുകയും ചെയ്തു. മരണശേഷവും സ്വന്തം കേസ് വാദിച്ചു. അതെ, മരണശേഷവും സ്വന്തം കേസ് വാദിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അഭിഭാഷകനെന്ന് ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. തീർച്ചയായും. എന്നാൽ ഈ കഥകൾക്കെല്ലാം അപ്പുറം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ ചിന്തയിലേക്കൊന്നുകൂടി വരികയാണ്. 13-ാം നൂറ്റാണ്ടിൽ ഒരു അഭിഭാഷകൻ സത്യസന്ധനാകുന്നത് വലിയ അത്ഭുതമായിരുന്നു എന്ന് ആ പഴയ ഗാനത്തിൽ നമ്മൾ കണ്ടു. എന്നാൽ 700 വർഷങ്ങൾക്കിപ്പുറം ഇന്നത്തെ കാലത്തും പൂർണ്ണമായും അഴിമതിയില്ലാത്ത തീർത്തും സത്യസന്ധനായ ഒരു അഭിഭാഷകനെയോ ഉദ്യോഗസ്ഥനെയോ കാണുമ്പോൾ നമ്മൾ ഇപ്പോഴും അത്ഭുതപ്പെടാറില്ലേ? അതെ, അത് സത്യമാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും സത്യസന്ധത എന്നത് ഒരു അത്ഭുതമായി തുടരുന്നുവെങ്കിൽ അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ചും മനുഷ്യസമൂഹത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചും എന്താണ് നമ്മോട് പറയുന്നത്? നിയമവും യഥാർത്ഥ നീതിയും തമ്മിലുള്ള ഈ വലിയ അകലം നമ്മൾ എപ്പോഴെങ്കിലും കുറയ്ക്കുമോ? കൂടുതൽ അന്വേഷണങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ചിന്തകൾക്കുമായി ഈ ചോദ്യം വിട്ടുതരുന്നു. ഈ ഒരു ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.